ഓക്കെ, നമുക്ക് ജി എസ് ടി ഒരു പുതിയ സബ്ജക്റ്റ് ആണ്. അപ്പൊ ജി എസ് ടി എന്താണ് ജി എസ് ടിയുടെ ബെനഫിറ്റ്? ജി എസ് ടി എന്ന ടാക്സ് ഏതൊക്കെ ടാക്സിന് പകരം വന്നതാണ്? ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം. അപ്പൊ നോക്കുക, ജി എസ് ടി ഏറ്റവും ആദ്യമായിട്ട് വരുന്ന ഫ്രാൻസിലാണ്. 1954 ഫ്രാൻസില് ജി എസ് ടി ആദ്യമായിട്ട് വന്നത്. ഇപ്പൊ ഏകദേശം 160 കൺട്രീസില് ജി എസ് ടി വന്നു. അപ്പോ പല സ്ഥലങ്ങളിലും സിംഗിൾ മോഡൽ ജി എസ് ടി അപ്ലൈ ചെയ്യുമ്പോൾ കാനഡ, ബ്രസീൽ അവിടെയൊക്കെ ഡ്യുവൽ മോഡൽ ജി എസ് ടി ആണ്. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ തന്നെ ഒരു ഡ്യുവൽ മോഡൽ ജി എസ് ടി ആണ്. സെൻട്രൽ ഗവൺമെന്റും ടാക്സ് ചുമത്തും, സ്റ്റേറ്റ് ഗവൺമെന്റും ടാക്സ് ചുമത്തും. അതാണ് ഡ്യുവൽ മോഡൽ ജി എസ് ടി. ഇപ്പോ ഇന്ത്യയിലാണെങ്കിൽ SGST എന്നൊരു സ്റ്റേറ്റ് ഗവൺമെന്റ് ടാക്സും അതുപോലെ CGST എന്നൊരു സെൻട്രൽ ഗവൺമെന്റ് ടാക്സും ഉണ്ട്. ഈ രണ്ട് ടാക്സും കൂടി ചേർന്നാണ് ഇന്ത്യയില് ജി എസ് ടി. അപ്പൊ ഇന്ത്യയിൽ ഡ്യുവൽ മോഡൽ ജി എസ് ടി ആണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. പല സ്ഥലത്തും സിംഗിൾ മോഡൽ ജി എസ് ടി ആണ്, ഇന്ത്യയില് ഡ്യുവൽ മോഡൽ ജി എസ് ടി. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ 2017 ജൂലൈ 1 മുതൽക്ക് ജി എസ് ടി ഇംപ്ലിമെന്റ് ചെയ്തത്. ഏതൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അതിന് മുന്നേ മനസ്സിലാക്കേണ്ട കാര്യം, ആർട്ടിക്കിൾ 265 അനുസരിച്ചാണ് ഗവൺമെന്റിന് ടാക്സ് പിരിക്കാനുള്ള അധികാരം ഇന്ത്യയിലുള്ളത്. ആർട്ടിക്കിൾ 265 അനുസരിച്ച് ഗവൺമെന്റിന് ടാക്സ് പിരിക്കാം. ആർട്ടിക്കിൾ 246 അനുസരിച്ചുള്ള ഏതെങ്കിലും ലിസ്റ്റിൽ പെട്ട സബ്ജക്റ്റ് ആണെങ്കിൽ ആ സബ്ജക്റ്റില് മാറ്റങ്ങൾ വരുത്താൻ അല്ലെങ്കിൽ അതിലൊരു ലോ പാസ്സാക്കാൻ എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്തിട്ട് ആ ലോ പാസ്സാക്കിയിട്ട് ഗവൺമെന്റ് ടാക്സ് പിരിക്കാം. അപ്പൊ ജി എസ് ടി ആയിട്ട് ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾസ് 265 246 ആണ്. ഈ രണ്ട് ആർട്ടിക്കിൾസ് ആണ് ജി എസ് ടി ഇംപ്ലിമെന്റ് ചെയ്യാൻ ഗവൺമെന്റിനെ സഹായിച്ചത്. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, ജി എസ് ടി വെച്ചാൽ ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻകം ടാക്സ് ഡയറക്റ്റ് ടാക്സ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറക്റ്റ് ടാക്സ്, ഏറ്റവും വലുതല്ല, സിംഗിൾ ഡയറക്റ്റ് ടാക്സ് ഇൻകം ടാക്സ് ആണ്. എന്നാൽ ജി എസ് ടി മാത്രമല്ല, വൺ ഇന്ത്യ വൺ ടാക്സ് എന്ന ആശയം നടപ്പിലാക്കാൻ വേണ്ടിയാണ് ജി എസ് ടി കൊണ്ടുവന്നത്. പക്ഷെ ജി എസ് ടി മാത്രമല്ല, ജി എസ് ടി ഒഴികെയും ജി എസ് ടിയുടെ കൂടെ പിന്നെയും ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. എന്തൊക്കെയാണ് ഈ ഇൻഡയറക്റ്റ് ടാക്സിന്റെ ഫീച്ചേഴ്സ്? അത് കമ്മോഡിറ്റി സർവീസിന്റെ മേലെ ടാക്സ് ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ജി എസ് ടി അടയ്ക്കേണ്ട ബേർഡൻ ഒരാൾക്ക് മറ്റൊരാളിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സെല്ലർ ജി എസ് ടി അടയ്ക്കാനുള്ള ഭാരം കസ്റ്റമറിലേക്ക് പാസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ജി എസ് ടി കളക്ട് ചെയ്തിട്ട് സെല്ലർ ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നു. ഇൻകം ടാക്സിന് പറ്റില്ല. ഗവൺമെന്റിന് പ്രധാനപ്പെട്ട ഒരു റവന്യൂ സോഴ്സ് ആണ് ജി എസ് ടി പോലുള്ള ഇൻഡയറക്റ്റ് ടാക്സസ്. വളരെ വലിയൊരു ടാക്സ് ബേസ് ഉണ്ട്. ഈ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളുകളുടെ എണ്ണം 1 കോടിയേക്കും താഴെയാണെങ്കിൽ ജി എസ് ടി ഇന്ത്യയിലെ 125 കോടി ജനങ്ങളോ അല്ലെങ്കിൽ 130 കോടി ജനങ്ങൾ അടയ്ക്കേണ്ടി വരും. റിഗ്രസീവ് ഇൻ നാച്ചർ ആണ് ഇൻകം ടാക്സ്, പ്രോഗ്രസീവ് ഇൻ നാച്ചർ ആണ്. അപ്പൊ ഇങ്ങനത്തൊക്കെയാണ് ജി എസ് ടിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. വൺ ഇന്ത്യ വൺ നാഷൻ വൺ ടാക്സ്, ആ ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടി ജി എസ് ടി കൊണ്ടുവന്നു. അതിനുവേണ്ടി ചില സെൻട്രൽ ഗവൺമെന്റ് ടാക്സുകളൊക്കെ ജി എസ് ടി ലയിപ്പിച്ചു. ഏതൊക്കെയത്? സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി ലെവിഡ് അണ്ടർ മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ, സർവീസ് ടാക്സ്, സെൻട്രൽ സെൽ ടാക്സ്. ഇപ്പൊ ഈ ടാക്സുകളൊന്നുമില്ല, അതിന് പകരം ജി എസ് ടി. അതുപോലെ ഇന്ത്യയിലെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ നടപ്പിലാക്കിയിരുന്ന ചില ടാക്സുകളും ജി എസ് ടി ലയിപ്പിച്ചു. വാറ്റ്, സ്റ്റേറ്റ് സെയിൽ ടാക്സ്, എന്റർടൈൻമെന്റ് ടാക്സ്, ലക്ഷറി ടാക്സ്, ടാക്സ് ഓൺ ലോട്ടറി, ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ്, പർച്ചേസ് ടാക്സ്, ഒക്ട്രോയ് ആൻഡ് എൻട്രി ടാക്സ്. ചില ടാക്സുകള് ഇപ്പോഴുണ്ട്, ആ ജി എസ് ടി ലയിപ്പിച്ചിട്ടില്ല. ഏതൊക്കെ നോക്കുക? സെൻട്രൽ ഗവൺമെന്റ് ടാക്സുകളായ ഇമ്പോർട്ടിന്റെ എക്സ്പോർട്ടിന്റെ മേലുള്ള ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, അതുപോലെ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി, സേഫ് ഗാർഡ് ഡ്യൂട്ടി, എക്സ്പോർട്ട് ഡ്യൂട്ടി, ഇതെല്ലാം. അതുപോലെ സെൻട്രൽ ഗവൺമെന്റിനെ ചുമത്താൻ പറ്റുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെസ് ഇപ്പോഴും ഉണ്ട്. ഇന്ത്യയിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇപ്പോഴും ജി എസ് ടി ഉണ്ടെങ്കിലും ചില ടാക്സുകൾ പിരിക്കുന്നുണ്ട്.
മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് ബന്ധപ്പെട്ട റോഡ് ആൻഡ് പാസഞ്ചർ ടാക്സ്, ടോൾ ടാക്സ്. പഞ്ചായത്തിലേക്ക് അടയ്ക്കേണ്ട പ്രോപ്പർട്ടി ടാക്സ്. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അടയ്ക്കേണ്ട സ്റ്റാമ്പ് ഡ്യൂട്ടി. ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് അടയ്ക്കേണ്ട ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അതിലേക്ക് അടയ്ക്കേണ്ട പ്രൊഫഷണൽ ടാക്സ്. ചില വടക്കേന്ത്യൻ സ്റ്റേറ്റുകളിലുള്ള മാൻഡി ടാക്സ്. ഇതൊക്കെ ഇപ്പോഴും ഇന്ത്യയിലുണ്ട്, GST ഉണ്ടെങ്കിലും ഉണ്ട്. അപ്പോ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത് GSTയിൽ 2 കൺസെപ്റ്റാണുള്ളത്. ഒന്ന് ഇന്റർ സ്റ്റേറ്റും ഒന്ന് ഇൻട്രാ സ്റ്റേറ്റും. എന്താണ് ഇന്റർ സ്റ്റേറ്റ്? ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സ്റ്റേറ്റിലേക്ക്, അടുത്ത സ്റ്റേറ്റിലേക്ക് സപ്ലൈ ഉണ്ടാകുമ്പോൾ ഇന്റർ സ്റ്റേറ്റ്. അപ്പൊ ഞാൻ കേരള സ്റ്റേറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് വസ്തുക്കൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ട്രാൻസാക്ഷനെ വിളിക്കുക ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ. ഞാൻ അമേരിക്കയിലേക്ക്, ഇന്ത്യക്ക് ഔട്ട്സൈഡിലാണെങ്കിലും ഇന്റർ സ്റ്റേറ്റ്. ഞാൻ അമേരിക്കയിലേക്ക് വസ്തുക്കൾ സപ്ലൈ ചെയ്യുകയാണെങ്കിലും അമേരിക്കയിൽ നിന്ന് ഞാൻ കേരളത്തിലേക്ക് വസ്തുക്കൾ ഇമ്പോർട്ട് ചെയ്യുകയാണെന്ന് വെച്ചാലും അത് ഇന്റർ സ്റ്റേറ്റ് ആണ്. ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിലാണ് ഈ സപ്ലൈ നടക്കുന്നെങ്കിൽ അത് ഇൻട്രാ സ്റ്റേറ്റ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് സപ്ലൈ ചെയ്യാം, ഞാൻ പാലക്കാട് നിന്ന് തൃശ്ശൂർക്ക് കൊണ്ടുവരാം, ഞാൻ തൃശ്ശൂരിൽ നിന്ന് കോട്ടയത്തേക്ക് കൊണ്ടുപോവാം. ഇതൊക്കെ ഇൻട്രാ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിനുള്ളിലാകുമ്പോൾ ഇൻട്രാ സ്റ്റേറ്റ്. 2 സ്റ്റേറ്റുകളുടെ ഇടയിലോ ഇന്ത്യയിൽ നിന്ന് ഔട്ട്സൈഡ് ഉള്ള രാജ്യവുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഇന്റർ സ്റ്റേറ്റ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ ഇതാണ്. ബാക്കിയുള്ള വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുക. ഒരു വീഡിയോ കൊണ്ട് അവസാനിക്കുന്ന കാര്യമല്ല ഇത്. ഒരു 75-80 വീഡിയോ ടോട്ടൽ ഉണ്ടാവും ഈ സബ്ജക്റ്റിന്. കാത്തിരിക്കുക. ഓക്കെ, താങ്ക് യു.